ഈ ഫോണിൻ്റെ സ്ക്രീൻ മാറ്റണമെന്നുണ്ടെങ്കിൽ 2500 വേണമല്ലോ. 2 EMI അടയ്ക്കാനുണ്ട്. രൂപ 9000 രൂപയാണ് ഈ ആഴ്ച. എന്ത് ചെയ്യും? കലവറ ചുമതല വഹിച്ചത് മുരാരി ബാബു. എന്തൊക്കെ പേര്. സ്വർണം പവന് 1 ലക്ഷം രൂപ വേണം ഒരു പവൻ മേടിക്കണി. എൻ്റെ പൊന്നി, 1 ലക്ഷം രൂപയെ ഒരു പവൻ മേടിക്കണി. 1 ലക്ഷം രൂപയെ. റംസി, എന്താണ്? എടി, നമ്മുടെ കല്യാണത്തിന് സ്വർണത്തിന് എത്ര ആവശ്യം ഉണ്ടായി പവന്? അന്നത്തെ ടോപ്പ് വിലയായിരുന്നു 24,000 രൂപ. ഇപ്പം ഉണ്ടല്ലോ, സ്വർണം മേടിക്കണമെങ്കിൽ ഒരു പവൻ മേടിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വരും. വെള്ളപ്പൊക്കം പോലെയുള്ള സ്വർണത്തിന്റെ വില കയറണേ. അന്നെന്റെ കല്യാണത്തിന് സ്വർണം വാങ്ങാനായിട്ട് ബാപ്പയും എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? കേക്ക് ഇതൊന്നും അറിയണ്ടല്ല. അയ്യോ, എന്താ നീ അങ്ങനെ പറഞ്ഞേ? കഷ്ടപ്പാട് എനിക്കുണ്ടായിരുന്നു. നിനക്കെന്നേ കല്യാണത്തിന് 2 പവൻ മേടിക്കാൻ വേണ്ടി രൂപ 80,000 രൂപ പണിക്കൂലി ഉൾപ്പെടെ എൻ്റെയും ചിലവായത്. ദേ ഇത് കണ്ട, കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് 6 വളയുണ്ടായത്. ഇപ്പൊ 3 വളയേ ഉള്ളൂ. എല്ലാം കൊണ്ട് പണയം വെച്ചേക്കല്ലേ. 3 വള പണയം വെച്ചേക്കെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിലെ 2 വളയാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. 1 വള പണയം വെച്ചതേ നീ കാരണം കൊണ്ടാണ്. ഞാനാ? അതെങ്ങനെയാ? നീ കല്യാണം കഴിഞ്ഞിടക്കേ നീ നിന്റെ കാരണവന്മാരുടെ വീടും നിന്റെ കൂട്ടുകാരിമാരുടെ വീട്ടിലും ഒക്കെ വിളിച്ചുകൊണ്ട് പോയത് ഓർക്കണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 500 രൂപ വല്യമ്മക്ക് കൊടുക്ക്, 500 രൂപ വല്യാപ്പാക്ക് കൊടുക്ക്, 500 രൂപ കൂട്ടുകാരിയുടെ ഉമ്മാക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചിലവാക്കിച്ച് ഓർക്കണ്ട. അതൊരു നാട്ടുനടപ്പല്ലേ? കൊലക്കേര നാട്ടുനടപ്പ്. അന്ന് രൂപ 6000 രൂപയാണ് എൻ്റെ നിന്ന് ചിലവായി പോയത്. അത് കഴിഞ്ഞ് നീ പിറ്റേന്ന് എന്നെ എറണാകുളത്തേക്ക് വിളിച്ചോണ്ടും പോയാ. അവിടെ കുറെ ആൾക്കാരുണ്ട്, അവർക്കും കൂടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അതന്ന് വെച്ചാണ് ആ വള പണയത്തിന്. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുവിലൊക്കെ പോയി അവിടെ കുറേ കാരണവന്മാരുണ്ടായി. നീ എന്താ അവർക്ക് കാശ് കൊടുക്കായിരുന്നേ? അതിന് എൻ്റെ എവിടെന്നാ കാശ്? കല്യാണം കഴിഞ്ഞേ നീ എൻ്റെ വീട്ടിലേക്ക് പോരാൻ നേരത്തെ നിന്റെ മാപ്പ നിനക്ക് 10,000 രൂപ വെച്ച് കൊടുക്കും ഞാൻ തന്ന് എൻ്റെ കാരണവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി. അത് നീ കൊടുത്താ? അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കാണ് കേക്കാ. അതൊക്കെ അങ്ങോട്ട് വിട്ടളാ. ഇപ്പൊ അതല്ല വിഷയം. 2 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ മാമാടെ മോളുടെ കല്യാണമാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും വളയെന്തിയെന്ന്. വല്യുമ്മയും ഉമ്മയും എല്ലാവരും ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് പറയും? എൻ്റെ വള ഇടിപ്പിച്ച് തരാൻ വേണം, കല്യാണത്തിന് 5000 രൂപ കൊടുക്കാൻ വേണം, എന്തെങ്കിലും വഴി ഒപ്പിച്ചോട്ടാ. എല്ലാവരും ചോദിക്കും കയ്യുമ്മ കിടന്ന വളയെന്തിയെന്ന്. എടി, നിന്റെ 3 വള പണയം വെച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ രൂപ 1 ലക്ഷം രൂപ വേണം. 5000 രൂപ വേണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് കൊടുക്കാം. അപ്പൊ എൻ്റെ വളയെ അതെന്തെങ്കിലും ചെയ്യാം. സ്വർണത്തിന്റെ വില കണ്ട് വിളിക്കണ്ടായിരുന്നു. വെറുതെ. എന്നാലും 1 ലക്ഷം രൂപ 3 വള പണയത്തിന് സാറെ പൈസ ഉള്ളൂരാ. എന്നിട്ട് കയ്യിലിരിക്കണേ? ഇതേ നിന്റെ വള പണയം വെച്ചെന്റെ ചീട്ടാണ്. ആണാ? എവിടെ പോണേ? ഞാൻ ഇപ്പൊ തന്നെ വരാം. 2 വർത്താനം പറഞ്ഞപ്പോ അറിയടിപ്പിക്കാൻ. ഇടിപ്പിച്ചാ? എന്ത്? എന്റെ വളകള്. പിന്നെ വള ചീട്ട് ഞാനേ ഉള്ള വള ഒന്നുകൂടിയാണ് പുതുക്കി വെച്ച് 20,000 രൂപക്ക്. സ്വർണ്ണത്തിന് ഇപ്പോൾ വില കൊള്ളാണല്ലോ. കല്യാണത്തിന് 5000 രൂപ കൊടുക്കണ്ടേ? പിന്നെ എൻ്റെ മൊബൈലിൽ സ്ക്രീനും പോയി കിടക്കാണ്. പിന്നെ 2 EMI എടുക്കാൻ്റെ രൂപ 9000 വേണം. അപ്പോൾ എല്ലാം കൂടി മാറ്റി വെച്ച്. എന്തായാലും നീ സ്വർണ്ണം പണയം വെച്ച കേസ് ഓർമ്മിച്ച് നന്നായി. അതാണ് പുതുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട്